എല്ലാവർക്കും ടെക്ലേ മലത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോ M7 പ്രോനെ കുറിച്ചാണ്. പുതിയ ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് സ്മാർട്ട് ഫോൺ ഇറങ്ങിയത്, 17 ഡിസംബർ. 20 ആകുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ഫ്ലിപ്കാർട്ടിലും നമുക്ക് എല്ലാം അവൈലബിൾ ആണ് 20. ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നോക്കാം, അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് തന്നെയാണ്. കാരണം ഒരു ബാലൻസ്ഡ് സ്മാർട്ട് ഫോണാണ്. നമുക്കൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കോട്ടെ, അടിപൊളി ഫോൺ തന്നെയാണ്. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ റെഡ്മി നോട്ട് 14 ഡിസൈനൊക്കെ വരും. പുറകിൽ ഡുവൽ ടോൺ ഡിസൈനൊക്കെയാണ് വരുന്നത്. ബാക്കിൽ അടിപൊളിയാണ് കാണാനൊക്കെ. 8 mm ആണ് തിക്നെസ് വരുന്നത്. 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലായാലും അടിപൊളി ഫോൺ തന്നെയാണ്. ഭംഗിയുടെ കാര്യത്തിലായാലും നല്ല ഫോൺ തന്നെയാണ്. നമ്മളിതിന് ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പോക്കോ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസ് റേഞ്ചിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഫ്ലാറ്റ് 120 Hz ആമോലെഡ് പാനലാണ് വരുന്നത്. 2100 നിറ്റ്സാണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഒരു 17,000 താഴെ വരുന്നൊരു ഫോണാണ് ശരിക്കും പറഞ്ഞത്. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് പോക്കോ M7 പ്രോയിൽ നമുക്ക് കിട്ടുന്നത്. അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുറവും പോക്കോ വരുത്തിയിട്ടില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും ഈ സ്മാർട്ട് ഫോണിൽ. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് MediaTek Dimensity 7025 ആണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു കുറവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 7050 കൊടുക്കായിരുന്നു. എന്താ പറയുക, ഒരു പെർഫോമൻസ് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ 7050 കൊടുക്കായിരുന്നു. 7025 അത്രയ്ക്കൊരു പവർഫുൾ ആയിട്ടുള്ളൊരു പ്രോസർ അല്ല. എന്നാലും ഇതൊരു ബാലൻസ്ഡ് ഫോണാണ്, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണല്ല. ഇതിന് സ്പെക്കാണ് കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. നമ്മളിന് ആക്ടിവിറ്റി സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 4,84,458 ആണ്. CPU 1,62,299, GPU 78,269. പബ്ജിയിൽ നമുക്കൊരു സ്മൂത്ത് അൾട്ര, പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്കൊരു സ്മൂത്ത് നമുക്ക് മാക്സിമം 60 FPS കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് ഒക്കെ കിട്ടും. പിന്നെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമ്മളിനി OSന്റെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ HyperOS 1 ആണ് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് സൈക്കിളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈലൈറ്റ് പാർട്ട് തന്നെയാണ്. കാരണം ഈ പ്രൈസിലെ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ് ശരിക്കും പറഞ്ഞത്. കാരണം അത്രയ്ക്ക് സ്പെക്കും കാണാൻ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി നമുക്കൊരു 50 മെഗാപിക്സലിൻ്റെ f1.5 ആപ്സ് വരുന്ന സോണി ലിറ്റിയ 600 സെൻസറാണ് വരുന്നത്. വിത്ത് OISഉം EISഉം വരുന്നുണ്ട്. മാക്സിമം 1080p 30 FPS ആണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ സെൽഫിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 20 മെഗാപിക്സൽ f2.2 സെൽഫി ക്യാമറ, 1080p 30 FPS. നമുക്കിവിടെ 4K റെക്കോർഡിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ പ്രൈസ് റേഞ്ചിലെ മിക്ക ഫോണുകളും 1080p ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത്രയും പെർഫോമൻസ് ഉള്ള ക്യാമറ ഒന്നും അല്ല ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. നമുക്ക് 4K ചില മോഡൽസൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ക്യാമറ സെൻസർ അത്രയ്ക്കും കേപ്പബിൾ അല്ല ചില ഈ പ്രൈസിൽ വരുന്ന ഫോണുകളുടെയൊക്കെ. ഇപ്പോൾ നാർസോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും P1ൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിലും ഇത്രയും പെർഫോമൻസ് ഉള്ള ക്യാമറ സെൻസർ ഒന്നും അല്ല അതിലിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ സെൻസർ തന്നെയാണ്. 20-25 പ്രൈസ് റേഞ്ച് വരുന്ന സ്മാർട്ട് ഫോൺസിലൊക്കെ വരുന്ന സെയിം സെൻസർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. നല്ലൊരു ഫോട്ടോ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇപ്പോൾ ലോ ലൈറ്റ് ആയാൽ പോലും നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആപ്പച്ചർ അത്ര വൈഡർ ആയതുകൊണ്ട് തന്നെ ലോ ലൈറ്റിൽ നല്ല പെർഫോം ചെയ്യുന്നുണ്ട് ഈ സ്മാർട്ട് ഫോൺ. ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 5110 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. ഒരു 1.25 മണിക്കൂറൊക്കെ കൊണ്ട് ഫുൾ ചാർജ് ആവും. കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 7 5G ബാൻഡ് വരുന്നുണ്ട്, Wi-Fi 5 വരുന്നുണ്ട്, Bluetooth 5.3 വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം വേണ്ടത് ഇവിടെ കിട്ടുന്നുണ്ട് ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേരിയൻ്റ് ആണ് പറയുന്നത്. 6GB 128ഉം 8GB 256. 6GB 128ന് 15,000 രൂപയും 8GB 256 17,000 രൂപയാണ്. ഒരു കുറവ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇടയ്ക്കൊരു വേരിയൻ്റ് കൂടി കൊടുക്കായിരുന്നു. ഒരു 128 കൂടി കൊടുത്തായിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ പ്രൈസിങ് ഒക്കെ കിട്ടുമായിരുന്നു. ഒരു 16,000 രൂപ കൂടി ഒരു വേരിയൻ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നു. ബാക്കിയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഫോൺ തന്നെയാണ് 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ SD കാർഡ് സ്ലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കൂൾ സ്റ്റോറേജിൻ്റെ ആവശ്യമില്ല. കാരണം മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടാലും മതി 128GB വേരിയൻറ്റ് എടുക്കുവാണെങ്കിൽ.
ഇതിന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. ഒരു കുറവ് ഞാൻ പറയുന്നില്ല, കാരണം പ്രൈസ് റേഞ്ച് നമുക്ക് 15,000-ലാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ല. ആകെ ഒരു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആകെ ഒരു കുറ്റം എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. ഒരു ഡയമൻസിറ്റി 7050 എങ്കിലും കൊടുക്കായിരുന്നു മിനിമം. ഇത് 7025 ആണ്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള പ്രോസർ അല്ല. ഡേ ടു ഡേ ടാസ്കും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ പ്രോസറാണ്. ഹെവി ഗെയിമിനൊന്നും പറ്റത്തില്ല. ഇതൊരു എന്താ പറയുക, മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനും ക്യാമറയ്ക്കും വേണ്ടിയുള്ള ഫോണാണ്. പിന്നെ മോസ്റ്റ്ലി ഒരു 80% ആൾക്കാർക്കും പറ്റുന്ന ഫോൺ തന്നെയാണ്, കാരണം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ പറ്റാത്തവരെന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഫോണിനെ കുറിച്ചുള്ള താഴെ നിന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടെന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.